ആരുവിനോടുള്ള എല്ലാവരുടെയും സ്നേഹം കണ്ട് റാണിക്കും സുമിത്രക്കും അത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയ എല്ലാവർക്കും അവളോട് ദേഷ്യം തോന്നിയേക്കാം എന്ന് കരുതി ഇരുവരും അതിനുള്ള പദ്ധതി ഒരുക്കിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് റാണി ആരും ഇല്ലാത്ത സമയം നോക്കി ആരുവിൻ്റെ മുറിയുടെ ഭാഗത്ത് എണ്ണ ഒഴിക്കുന്നത്. മുറിയിൽ ജീവയില്ല എന്ന് ഉറപ്പുവരുത്തിയ റാണി എണ്ണ ഒഴിച്ചു ആര് വീഴുന്നതും കാത്ത് കുറച്ച് മാറി നിന്ന് ഒളിഞ്ഞു നോക്കി. അന്നേരമാണ് തുള്ളിച്ചാടികൊണ്ട് അബി ആരുവിനെ അന്വേഷിച്ചു മുറിയിലേക്ക് വരുന്നത്. പുത്തമ്പുരയ്ക്കൽ എല്ലാവരും പോയി എന്നും താനും സീതവും കൂടി പോകുവാണെന്നുള്ള കാര്യം ആരുവിനോട് പറയാൻ വേണ്ടിയാണ് അബി അങ്ങോട്ട് വന്നത്. അബി തറയിൽ കിടക്കുന്ന എണ്ണ കണ്ടില്ലായിരുന്നു. അവൾ എണ്ണയിൽ ചവിട്ടിയതും കാൽ വഴുതി നടുവും കുത്തി തറയിലേക്ക് ഒരു വീഴലായിരുന്നു. അമ്മേ, അയ്യോ! അബി വേദന കൊണ്ട് പുളഞ്ഞു. ആരോ വീഴുന്ന ശബ്ദവും നിലവിളിയും കേട്ടിട്ടാണ് ആരോ മുറിയിൽ നിന്നും പുറത്തു വരുന്നത്. അപ്പോഴാണ് തറയിൽ വീണ് കരയുന്ന അബിയെ കാണുന്നത്. അത് കണ്ട ആരു അവളുടെ അരികിലേക്ക് ഓടാൻ നേരാണ് അബി വിളിച്ചു പറയുന്നത് തറയിൽ എണ്ണ ഉണ്ടെന്നും സൂക്ഷിക്കണമെന്നും. അത് കേട്ട ആരു തറയിലേക്ക് നോട്ടം പായിച്ചതും അവിടെ മുഴുവനും എണ്ണ കിടക്കുന്നത് കണ്ടു. ശേഷം ശ്രദ്ധയോടെ അബിയുടെ അരികിലെത്തി അവളെ എഴുന്നേൽപ്പിക്കാൻ നോക്കിയെങ്കിലും അബിക്ക് വേദന കാരണം ഒന്നനങ്ങാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് ആരു എല്ലാവരെയും ഉറക്കെ വിളിക്കാൻ തുടങ്ങി. ജിജേട്ടാ, അച്ഛാ, അമ്മേ, സിദ്ധുവേട്ടാ, ആരുമില്ല ഇവിടെ. ആദി ഒന്ന് ഇങ്ങോട്ട് വന്നേ. ആരു ആരെയെന്നില്ലാതെ വിളിച്ചുകൊണ്ടേയിരുന്നു. ആരുവിൻ്റെ നിലവിളി കേട്ടിട്ടാണ് എല്ലാവരും മുകളിലേക്ക് വരുന്നത്. ആരുവിൻ്റെ ശബ്ദമായതുകൊണ്ട് ജീവയും സിധുവും ഒരുപോലെ പേടിച്ചുകൊണ്ട് മുകളിലേക്ക് ഓടി, കൂടെ ആകാശും ആദിയും. അപ്പോഴാണ് തറയിൽ കിടന്ന് വേദന കൊണ്ട് പുളയുന്ന അബിയെയും അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് കൂടെ കരയുന്ന ആരുവിനെയും എല്ലാവരും കാണുന്നത്. അത് കണ്ട ജീവയും ആകാശവും സിധുവിന് മുൻപേ അവളുടെ അരികിൽ പാഞ്ഞെത്തി. അബി, മോളെ, എന്ത് പറ്റിയടാ? ജീവയും ആകാശവും ഒരുപോലെ അവളുടെ അരികിൽ വന്ന് നിന്ന് കാര്യങ്ങൾ തിരക്കി. അപ്പോഴാണ് ആരും കാര്യങ്ങൾ പറയുന്നത്. അബി വേദന കൊണ്ട് ശരിക്കും കരയുന്നുണ്ട്. അന്നേരം സിദ്ധുവും അവളുടെ അരികിൽ വന്നിരുന്നു. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും സിദ്ധുവിൻ്റെ കരങ്ങൾ അവളുടെ കരങ്ങളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു. അബിയുടെ വേദന കണ്ട ആകാശം ആരെയും കാത്തു നിൽക്കാതെ അവളെയും കൈകളിൽ കോരിയെടുത്ത് വണ്ടിക്കരികിലേക്ക് പാഞ്ഞിരുന്നു. കൂടെ ജീവയും. ഇതൊക്കെ കണ്ടതും തൻ്റെ പ്ലാനൊക്കെയും പൊളിഞ്ഞ ദേഷ്യത്തിൽ അവിടുന്ന് റാണി ദേഷ്യത്തിൽ മാറി നിന്നു. എൻ്റെ സിദ്ധുവേട്ടാ, ഇനിയും ഈ മസിൽ പിടുത്തം ഒന്ന് അവസാനിപ്പിച്ചൂടെ? അവളൊരു പാവ, എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കണേ? അവരുടെ കൂടെ ചെല്ല് സിദ്ധുവേട്ടാ എന്നും പറഞ്ഞു ആരു സിദ്ധുവിനെ പറഞ്ഞയച്ചു. ഡ്രൈവിംഗ് സീറ്റിൽ ജീവയും കോ ഡ്രൈവിംഗ് സീറ്റിൽ സിദ്ധു ഇരുന്നു. ആകാശ് അബിയുടെ കൂടെ പിറകിലും. വേദന കൊണ്ട് അബി ഓരോന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. മുന്നിലിരിക്കുന്നു എന്നല്ലാതെ സിദ്ധുവിൻ്റെ ശ്രദ്ധ മുഴുവൻ പിറകിലിരിക്കുന്ന അബിയിലാണെന്നത് ജീവ ശ്രദ്ധിച്ചിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയതും ഡോക്ടർ അബിയെ പരിശോധിച്ചു. ശേഷം കയ്യിലെ എല്ല് ചെറുതായി പൊട്ടിയതിനാൽ ആവശ്യമായ ചികിത്സ നൽകി. അവളുടെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ട ശേഷം കുറച്ചുനാൾ നല്ല റെസ്റ്റ് വേണമെന്ന് പറഞ്ഞതും ആകാശ് അന്നേരം ഇത്തിരി ഗൗരവത്തിൽ സിദ്ധുവിനൊന്ന് നോക്കി. ഡോക്ടറുടെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ നേരം അബിയെ താങ്ങിപ്പിടിക്കാൻ ചെന്ന ആകാശിൻ്റെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് ജീവ വേണ്ട എന്ന പോലെ കണ്ണുകൊണ്ട് കാണിച്ചതും ആകാശം മിണ്ടാതെ നിന്നു. അബിക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണെന്നറിഞ്ഞ സിദ്ധു ആകാശിനെയും ജീവയൊന്ന് നോക്കി. ഞങ്ങൾ രണ്ടുപേരും ഈ നാട്ടുകാരെ അല്ല എന്ന പോലെ രണ്ടുപേരും കാര്യമായി അന്നേരം സംസാരിക്കുന്നത് പോലെ ചെയ്തതും സിദ്ധു അബിയുടെ അരികിൽ ചെന്ന് തോളിൽ പിടിച്ച് നടക്കാൻ തുടങ്ങി. അന്നേരം അബി ആകാശിനെ വിളിച്ച് പറഞ്ഞു, ആകാശേട്ടാ, എനിക്ക് നടക്കാൻ വയ്യ, വണ്ടി വരെ ഒന്ന് എടുക്കുമോ? അത് കേട്ടതും ആകാശ് സിദ്ധുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് അവളുടെ അരികിലേക്ക് വരാൻ ഒരുങ്ങിയതും തൊട്ടടുത്ത നിമിഷം അബി വായുവിൽ ഉയർന്നു പൊങ്ങിയിരുന്നു. അബിയെയും കൈകളിൽ ഏന്തി പോകുന്ന സിദ്ധുവിനെ നോക്കി ആകാശ് പറഞ്ഞു, ഇവരെന്താടാ ഇപ്പോഴും ഈ അലുവയും മത്തിക്കറിയും പോലെ ഇരിക്കുന്നത്? അതാണ് എനിക്കും അറിയാത്തത്. എന്തായാലും നമുക്ക് മരുന്ന് വാങ്ങി ജ്യൂസൊക്കെ കുടിച്ച് പതുക്കെ പോവാം. അതുവരെ വണ്ടിയിലെ രണ്ടും എന്ത് വേണേലും ചെയ്യട്ടെ. അത് ശരിയാ എന്നും പറഞ്ഞ് ആകാശ് ജീവയുടെ തോളിൽ കയറ്റി നടന്നു. അബിയെ വണ്ടിയുടെ ബാക്ക് സീറ്റിലിരുത്തിയ സിദ്ധു കുടിക്കാൻ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചതും അബി ഒന്നും വേണ്ടെന്ന് പോലെ തലയനക്കി. അവളുടെ മുഖം കണ്ടാൽ അറിയാം നല്ല വേദനയാണെന്ന്. വാടിയ താമരത്തണ്ട് പോലെ അവളാകെ തളർന്നു പോയിരുന്നു. വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ എടുക്കാൻ നേരം ഇഞ്ചക്ഷൻ പേടിയാണെന്ന് പറഞ്ഞ് അതിന് സമ്മതിച്ചില്ല. അതുകൊണ്ട് ഡോക്ടർ വേദനയ്ക്കുള്ള ടാബ്ലറ്റാണ് എഴുതിയത്. അത് കുടിച്ചുവെങ്കിലും വേദന കുറഞ്ഞില്ലായിരുന്നു. അബി ഒന്നും വേണ്ട എന്ന് പറഞ്ഞെങ്കിലും സിധു അത് ശ്രദ്ധിക്കാതെ അവൾക്ക് കുടിക്കാനുള്ള ജ്യൂസുമായി വന്നതും അബി വേണ്ട എന്നും പറഞ്ഞ് സീറ്റിൽ ചാരി കണ്ണടച്ചു കിടന്നു. അത് കണ്ട സിദ്ധു അവളുടെ അരികിൽ ചെന്ന് അവളെ എഴുന്നേൽപ്പിച്ചു. ജ്യൂസ് നിർബന്ധിച്ച് കുടിപ്പിച്ചു. അന്നേരം അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ അവൾക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയ സിദ്ധു അത് മാടിയൊതുക്കി കൊടുത്തതും അബി ഒരു നിമിഷം അവനെ നോക്കിയിരുന്നു പോയി. മുഴുവനും കുടിക്ക്. അവൻ്റെ ശബ്ദം കാതോരം പതിഞ്ഞതും അവൾ നോട്ടം പിൻവലിച്ച് ബാക്കി കുടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ആകാശും ജീവയും വരുന്നത് സിദ്ധു കാണുന്നത്. അവരെ കണ്ടതും സിദ്ധു അവളിൽ നിന്ന് അകലം പാലിക്കാൻ നോക്കിയെങ്കിലും
അബി അവനെ അതിനനുവദിക്കാതെ അന്നേരം അവൻ്റെ തോളിലേക്ക് ചാഞ്ഞിരുന്നു. എടാ, അലുവയും മത്തിക്കറിയും കപ്പയും മത്തിക്കറിയും പോലെ ആയോ എന്നൊരു സംശയം ജീവ അബിയെയും സിദ്ധുവിനെയും കാട്ടിക്കൊണ്ട് പറഞ്ഞതും ആകാശിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അബിയെ സിദ്ധുവിൻ്റെ വീട്ടിൽ കൊണ്ടുവിടാൻ നേരം ആകാശ് സിദ്ധുവിനെ നോക്കി ഇത്തിരി ഗൗരവത്തിൽ പറഞ്ഞു, നിനക്ക് എൻ്റെ പെങ്ങളൊരു ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം. എൻ്റെ ഭാര്യയുടെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. തൽക്കാലം അളിയൻ ചെല്ല്. സിദ്ധുവും വിട്ടുകൊടുത്തില്ല. ശരിയെന്ന് പറഞ്ഞു ജീവയും ആകാശും അവിടെ നിന്ന് ഇറങ്ങി. സമയം രാത്രി 7 മണി. അബിയെ കാണാൻ വേണ്ടി ആരോ ജീവയുടെ കൂടെ അപ്പുറത്തെ വീട്ടിലേക്ക് പോവുകയാണ്. അന്നേരമാണ് ആദിയും ശിവാനിയും അനുവും മിത്രയും അവരുടെ കൂടെ പോവാൻ റെഡിയായി വന്നത്. ഇത് കണ്ട ജീവ, നിങ്ങളിത് എങ്ങോട്ടാ പിള്ളേരെ ഈ ഒരുങ്ങിക്കെട്ടി? ജീവേട്ടാ, ഞങ്ങൾ അബിയച്ചി കാണാൻ വരുന്നുണ്ട്, അനു പറഞ്ഞു. എന്തിന്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അബിയെ നിങ്ങൾ നേരത്തെ കണ്ടതാണല്ലോ. നേരത്തെ കണ്ട പോലെയാണോ ഇപ്പോൾ കാണുന്നത്? അതെ, അവളെ അതുപോലെ തന്നെ ഇപ്പോഴുള്ളത്. പിന്നെ ഇപ്പോൾ കയ്യിലൊരു കെട്ടുകൂടി ഉണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണേലേ ഞാൻ അവളുടെ ഒടിഞ്ഞ കൈയുടെ ഫോട്ടോ എടുത്തുകൊണ്ട് വന്ന് കാണിക്കാം. എന്തേ? എൻ്റെ പിള്ളേരെ ഇരു കുടുംബവും ഒന്നായി എന്നത് ശരി തന്നെയാണ്. എന്നാലും അധികം അങ്ങോട്ട് പോവാതിരിക്കുന്നതാ നിങ്ങൾക്ക് നല്ലത്. അവിടെ മൊത്തം ആൺപിള്ളേരാ. ഇനി അവർ നിങ്ങളെയും കണ്ണും കൈയും കാട്ടി മയക്കാത്ത കുറവേ ഉള്ളൂ. ഇപ്പം തന്നെ അബിയോ അപ്പച്ചി അവിടെയാ, നിങ്ങളുടെ ആര് ചേച്ചി ഇവിടെയും. ഇനി അവിടെ നിന്നൊരു ബന്ധം അത് ഞാൻ സമ്മതിക്കില്ല. ജീവ കാര്യമായി അനിയത്തിമാരെ ഉപദേശിക്കുകയാണ്. ചേട്ടൻ്റെ കാര്യം നടന്നല്ലോ, ഇനി എന്തും ആവാലോ അല്ലേ? ശിവാനി പിറുപിറുത്തു. അത് ജീവ വ്യക്തമായി കേൾക്കുകയും ചെയ്തു. അവിടെ പെൺപിള്ളേരില്ലാത്തതേ എൻ്റെ ഭാഗ്യം. ഇല്ലല്ലോ എൻ്റെ പോക്കും മുട്ടിയാനെ. ആദ്യം അതിനിടയിൽ ആരോടൊന്നില്ലാതെ പറഞ്ഞു, ഒന്ന് പോ ജീവേട്ട, ഞങ്ങൾ അപ്പച്ചിയും അഭിയേച്ചിയും കാണാനാണ് വരുന്നത്, അല്ലാതെ പ്രേമിക്കാനല്ല. എൻ്റെ മോളെ നിങ്ങൾ പ്രേമിക്കുമെന്നല്ല, അല്ലേലും എനിക്കെൻ്റെ മക്കളെ വിശ്വാസം. പക്ഷെ അവന്മാരെങ്ങനെയാണെന്ന് ആർക്കറിയാം? അപ്പോഴാണ് ഇതൊക്കെയും കേട്ട് ആരും അങ്ങോട്ട് വരുന്നത്. നിങ്ങൾ വാ പിള്ളേരെ, അവരെ എൻ്റെ ആങ്ങളമാരാ, അവന്മാരെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നും പറഞ്ഞ് ജീവക്ക് നേരെ കടുപ്പിച്ചൊരു നോട്ടം സമ്മാനിച്ചുകൊണ്ട് ആരും അപ്പുറത്തേക്ക് നടന്നു. ജീവേട്ട, രോഗിയെ കാണാൻ ചെല്ലുമ്പോൾ വെറും കൈയോടെ പോകുന്നത് ശരിയാണോ? ശിവാനി ചോദിച്ചു. അതൊക്കെ പണ്ട്, ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിലും ഇന്നവൾക്കൊന്നും തിന്നാനൊന്നും പറ്റില്ല, അവൾക്ക് നല്ല വേദനയുണ്ട്. അയ്യേ, ജീവേട്ടൻ ഇത്രയും കഞ്ഞിയായിരുന്നോ? കഞ്ഞിയായിട്ടല്ലടി, എനിക്ക് വയ്യ ആ ജംഗ്ഷൻ വരെ പോവാൻ. ജീവേട്ട, ഭാര്യ വീടാണ്, നാണക്കേടാണ്, അത് ഓർക്കണം. ആദ്യം അത് പറഞ്ഞതും ബാക്കി എല്ലാവരും അത് ശരിവെച്ചതും ജീവ ആദിയുടെ കയ്യിൽ ക്യാഷ് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി വാങ്ങിച്ചിട്ട് വാ, അതുവരെ ഞാനും ഇവളിങ്ങനെ നിലാവ് നോക്കി കുറച്ച് നേരം ഇവിടെ ഇരിക്കാം. അത് കേട്ടതും അവരെല്ലാവരും കൂടി തൊട്ടടുത്തുള്ള ജംഗ്ഷനിലേക്ക് നടന്നു. അബി ചെറുതായി മയങ്ങുന്ന നേരത്താണ് എല്ലാവരും കൂടി അങ്ങോട്ട് വന്നത്. അതിനാൽ അവരാരും അവളെ ഉണർത്താൻ നിന്നില്ല. അവളെ അങ്ങനെ കണ്ടപ്പോൾ എല്ലാവർക്കും നല്ല വിഷമം തോന്നി. പിന്നെ പിള്ളേരെല്ലാവരും കൂടി ലക്ഷ്മിയുടെ മുറിയിൽ ചെന്ന് സംസാരിച്ചു. താഴേക്കൊന്ന് വീടൊക്കെ കാണാനും അവിടെയുള്ളവരുമായി സംസാരിക്കാൻ തുടങ്ങി. ആദ്യം ഒരെണ്ണം കുറച്ച് മാറി നിന്ന് അവരുടേതായ സംസാരത്തിലുമാണ്. ലക്ഷ്മി ബെഡിനോട് ചേർന്ന് കിടക്കുന്ന ടേബിളിലുള്ള പുസ്തകമെടുക്കാൻ കിടന്ന് പരിശ്രമിക്കുകയാണ്. അപ്പോഴാണ് അവൾ ബാലൻസ് തെറ്റി ബെഡിൽ നിന്ന് താഴേക്ക് വീഴാൻ പോയത്. ഇത് കണ്ടുകൊണ്ടാണ് കിഷോർ മുറിയിലേക്ക് വരുന്നത്. ഒരു നിമിഷം ആ കാഴ്ച കണ്ട് അവൻ്റെ ഹൃദയം നിലച്ചു പോകുന്നത് പോലെ തോന്നി. ബെഡിൽ നിന്നും ഊർന്നു വീഴാൻ പോകുന്ന ലക്ഷ്മിയെ നെഞ്ചോട് ചേർക്കുമ്പോൾ കിഷോർ മറ്റൊന്നും ചിന്തിച്ചിരുന്നില്ല. തന്നെ താങ്ങിപ്പിടിച്ച് നിൽക്കുന്ന കൈകൾ കണ്ടതും ലക്ഷ്മി ഒരു നിമിഷം അവൻ്റെ മുഖത്തേക്ക് നോക്കിപ്പോയിരുന്നു. അന്നേരത്ത് അവൻ്റെ കണ്ണുകളിലെ ഭാവം ലക്ഷ്മിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. ആ മിഴികളിൽ അന്നേരം കണ്ടത് സ്നേഹമാണോ, കരുതലാണോ, വാത്സല്യമാണോ, പ്രണയമാണോ എന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ലക്ഷ്മിയിൽ. ഒരു നിമിഷം ലക്ഷ്മിയും അവനെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. അന്നേരമാണ് ജീവയും ആരവും മുറിയിലോട്ട് വരുന്നത്. അവരുടെ ആ കണ്ണും കണ്ണ് നോക്കിയുള്ള നിൽപ്പ് കണ്ടതും രണ്ടുപേരും മുറിയുടെ വാതിൽക്കൽ നിന്നും പിന്മാറി കുറച്ച് മാറി നിന്നു. ആദ്യ കണ്ടോ, അതാണ് റൊമാൻസ്. എൻ്റെ പൊന്നോ, ഈ പ്രായത്തിൽ നിന്റെ ചെറിയച്ഛൻ്റെ ആ നോട്ടം, ഒരു രക്ഷയില്ല. നമ്മളെ തൽക്കാലം അവരുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാവണോ? നമുക്ക് ആ നേരം കൊണ്ട് നിന്റെ മുറിയിൽ ചെന്ന് കണ്ണും കണ്ണു നോക്കിയിരുന്നാലോ? അവരുടെ ഈ കണ്ണും കണ്ണു നോക്കൽ ഒരു നിമിഷം കൊണ്ട് അവസാനിക്കും. എന്നാൽ നിങ്ങൾ എൻ്റെ കണ്ണി നോക്കിയെന്നാൽ ഹിന്ദി സീരിയലിലെ പോലെ നീണ്ടു നീണ്ടു പോയി അവസാനം അത് മറ്റു പലതിലും ചെന്ന് അവസാനിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് കുറച്ച് നേരം നമുക്കിവിടെ നിന്നേ കണ്ണും കണ്ണു നോക്കാം എന്ന് പറഞ്ഞ് ആരോ അവിടെയുള്ള സെറ്റിയിലിരുന്നതും എങ്കിൽ ശരി എന്നും പറഞ്ഞ് ജീവയും അവളുടെ അരികിൽ ചെന്നിരുന്നു. ഇതേ സമയം കിഷോർ ലച്ചുവിൽ നിന്നുള്ള നോട്ടം പിൻവലിച്ചു അവളെ ബെഡിൽ കിടത്തി. അന്നേരം അവൻ എന്തൊക്കെയോ മറക്കാൻ പാടുപെടുന്നത് ലക്ഷ്മി ശ്രദ്ധിച്ചിരുന്നു. എന്താ ലച്ചു ഇത്? ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്ന്. ഇപ്പം താഴെ വീണിരുന്നെങ്കിലോ? അല്ലെങ്കിലും തനിക്ക് ഞാൻ ഇപ്പോഴും ഒരു അന്യനാണല്ലോ, അതുകൊണ്ടാണല്ലോ ഈ അകലം പാലിക്കുന്നത്. കിച്ചുവേട്ടാ, ഞാൻ ഈ ബുക്ക് എടുക്കാൻ വേണ്ടി
എന്തിനാ പിന്നെ തൻ്റെ ഫോണിലെ എൻ്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്? എന്നെ ഒന്ന് വിളിച്ചാൽ പോരായിരുന്നില്ലേ? തനിക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് അധികം വരാഞ്ഞത് പോലും. ഇനിയിപ്പോൾ എന്നെ കാണുന്നത് തന്നെ ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഞാനൊരു ഹോം നേഴ്സിനെ വെച്ചോളാം. ഞാൻ കാരണം ലച്ചുവിന് ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല. ഇത്തിരി കടുപ്പിച്ച് പറഞ്ഞ് കിഷോർ സോഫയിൽ പോയിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും ജീവയും ആരവും ലക്ഷ്മിയുടെ മുറിയിലേക്ക് ചെന്നു. അന്നേരം കിഷോർ സോഫയിൽ ചാരിയിരുന്ന് കണ്ണടച്ച് കിടക്കുകയായിരുന്നു. ഇരുവരെയും കണ്ട് ലക്ഷ്മിയുടെ മുഖം വിടർന്നു. ലക്ഷ്മിയമ്മ എന്നും പറഞ്ഞ് ആരും ഓടിച്ചെന്ന് ബെഡിലിരുന്ന് ലക്ഷ്മി ഇറകെ പുണർന്നു. അവരുടെ കവിളിൽ ചുണ്ടു ചേർത്തു. ലക്ഷ്മി തിരിച്ചും അവളെയും ചുംബിച്ചു. എൻ്റെ ആരുമോളെ, എന്താ ഇത്? ഈ സമയത്ത് ഇങ്ങനെ ഓടിയാ വേണ്ടേ? ഇത് നല്ലതല്ല കേട്ടോ എന്നും പറഞ്ഞ് അവളെ സ്നേഹത്തോടെ ശാസിച്ചതും അവളുടെ മുഖം ചെറുതായെന്ന് വാടി. അത് കണ്ട ലക്ഷ്മി എൻ്റെ ആരുട്ടിക്ക് വിഷമായോ എന്നും പറഞ്ഞ് അവളുടെ താടി പിടിച്ച് കൊഞ്ചിച്ചതും ആരുവിൻ്റെ കണ്ണ് നിറയാൻ തുടങ്ങി. എന്തിനാ കുട്ടി നീ കരയുന്നത്? ലക്ഷ്മിയമ്മേ, അത് പിന്നെ എൻ്റെ വയറ്റിൽ കുഞ്ഞൊന്നും ഇല്ല ലക്ഷ്മിയമ്മേ. ഈ ജിച്ചേട്ടനെല്ലാം ഒപ്പിച്ചത്. എനിക്കെൻ്റെ ലക്ഷ്മിയമ്മയോട് കള്ളം പറയാൻ പറ്റില്ല. ആര് പറയുന്നത് കേട്ടതും കിഷോർ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പോയിരുന്നു. മോളെ നീ... ലക്ഷ്മിക്ക് അന്നേരം വാക്കുകൾ കിട്ടാതെയായി. ജീവ, എന്തൊക്കെയാ ഞാനീ കേൾക്കുന്നത്? ലക്ഷ്മി ജീവിയോട് ഇത്തിരി കടുപ്പിച്ച് ചോദിച്ചു. അപ്പച്ചി, അത് പിന്നെ എനിക്ക് ഇവളെ വേണമായിരുന്നു. അബിക്ക് സിദ്ധുവിനെയും അതിന് ഇരു കുടുംബവും തമ്മിലുള്ള പിണക്കം തീരണമെന്ന് തോന്നി. അതിന് എൻ്റെ മുന്നിൽ ഇതല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. ജീവ, ഇതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാവരും ഇപ്പോൾ എത്ര സന്തോഷത്തിലാണെന്ന് നിനക്കറിയോ? ഇതൊക്കെ കള്ളാണെന്ന് അറിയുമ്പോൾ എല്ലാവർക്കും ഇവളോടായിരിക്കും ദേഷ്യം തോന്നുക. അപ്പച്ചി, ഞാൻ... ജീവ, താനിങ്ങ് വന്നേ എന്നും പറഞ്ഞ് അന്നേരം കിഷോർ അവനെയും കൂട്ടി ബാൽക്കണിയിലേക്ക് ചെന്നു. ജീവ, ലച്ചു പറഞ്ഞതിലും കാര്യമുണ്ട്. എല്ലാവരും വീണ്ടും ആരുവിനെ കുറ്റപ്പെടുത്താനും സാധ്യതയേറെയാണ്. എനിക്കറിയാം. ഞാൻ ഒരിക്കലും അവളെ ഒറ്റയ്ക്കാക്കില്ല. അവളെ വേദനിപ്പിക്കാൻ വേണ്ടി ആർക്കു മുന്നിലും ഞാൻ അവളെ ഇട്ട് കൊടുക്കില്ല. എല്ലാം എൻ്റെ തെറ്റാണ്. പലതും നേടാനും നേടിക്കൊടുക്കാനും വേണ്ടി അവളെ ഇതിലേക്ക് വലിച്ചിടേണ്ടി വന്നു. ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോൾ തോന്നുക. അത് കേട്ടതും കിഷോർ അവൻ്റെ തോളിൽ തട്ട് ആശ്വസിപ്പിച്ചു. ഇരുവരും തമ്മിലുള്ള സംസാരം കുറച്ചു നേരം നീണ്ടു നിന്നു. ഇതേ സമയം ലക്ഷ്മി ആരുവിനെ സമാധാനിപ്പിക്കുകയാണ്. എൻ്റെ കുട്ടി വിഷമിക്കേണ്ട കേട്ടോ. നിങ്ങൾക്കിടയിലെ എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞു കൂടി വന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ആരുവിൻ്റെ മുഖം ഉയർത്തിക്കൊണ്ടാണ് ലക്ഷ്മി അത് പറഞ്ഞത്. നിക്കേ, ഇപ്പോഴൊന്നും അമ്മയാവണ്ട ലക്ഷ്മി അമ്മ. അതെന്താ എൻ്റെ കുട്ടിക്ക് അമ്മയാവണ്ടാത്തേ? എനിക്കെൻ്റെ ചിച്ചേട്ടൻ്റെ ഭാവയായി കുറച്ച് നാൾ കൂടി കഴിയണം. കുഞ്ഞു ഭാവ വന്നാ എൻ്റെ ചിച്ചേട്ടൻ കുഞ്ഞിനോടായിരിക്കില്ലേ കൂടുതൽ സ്നേഹം കാണിക്കുക? അതും പറഞ്ഞവൻ ലക്ഷ്മിയുടെ മാറോട് ചേർന്നതും ലക്ഷ്മിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അപ്പോഴാണ് ജീവയും കിഷോർ അങ്ങോട്ട് വരുന്നത്. ലക്ഷ്മിയുടെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന ആരുവിനെ കണ്ടതും കിഷോറിൻ്റെ ഉള്ളിൽ ഒരുപോലെ സന്തോഷവും അസൂയവും തോന്നിപ്പോയി. ഒരു വട്ടമെങ്കിലും ആ നെഞ്ചോട് ചേരാൻ തനിക്കും പറ്റിയിരുന്നേൽ. ലച്ചു, നിന്റെ ആ ഹൃദയതാളം കേൾക്കാൻ ഞാൻ എന്തുമാത്രം കൊതിക്കുന്നുണ്ടെന്നോ? കിഷോറിൻ്റെ ഉള്ളം ആരും കേൾക്കാതെ മന്ത്രിച്ചു. ജീവയെയും കിഷോറിനെയും കണ്ടതും ആരും അവളിൽ നിന്നും അകന്നു മാറി. കേട്ടോ ജീവ ഇവൾ പറയുന്നത്? ഇവൾക്ക് ഇപ്പോഴൊന്നും... ലക്ഷ്മി എന്തോ പറയാൻ വന്നതും അതെന്താണെന്ന് മനസ്സിലാക്കി ആരും ലക്ഷ്മിയുടെ വായ പൊത്തിപ്പിടിച്ചു. ആദ്യം അപ്പച്ചി പറയട്ടെ. ആരും വേണ്ട എന്ന പോലെ ലക്ഷ്മിയെ നോക്കിയതും ലക്ഷ്മി ശരി എന്ന പോലെ തല എനിക്ക് സമ്മതം അറിയിച്ചതും ആരും ലക്ഷ്മിയുടെ വായക്ക് കുറുകെ വെച്ച് തൻ്റെ കൈ പിൻവലിച്ചു. ചെറിയച്ഛ, ഞാൻ ഈ പുസ്തകം എടുക്കുവാണേ. വായിച്ചു കഴിഞ്ഞ് തിരികെ തന്നോളാം. നീഹാരമായി എന്ന പുസ്തകം കയ്യിലെടുത്തുകൊണ്ട് ആരു പറഞ്ഞു. നീ എടുത്തോടി. ആദ്യ, നീ ഇദ്ദേഹത്തിൻ്റെ പ്രണയം എന്ന നോവൽ വായിച്ചിട്ടുണ്ടോ? ജീവയുടെ ആ ചോദ്യം കേട്ടതും ആരു ഇല്ല എന്ന് മറുപടി പറഞ്ഞു. എന്നാൽ അത് വായിക്കണം. അതിലെ ഓരോ വരികളും നമ്മുടെ ഹൃദയത്തിൻ്റെ കോണിൽ മായാതെ കിടപ്പുണ്ടാവും. നായകൻ്റെ അഗാധമായ പ്രണയം, ഒരിക്കൽ പോലും തിരിച്ചറിയാത്ത നായിക, അതാണ് സ്റ്റോറിയുടെ ഹൈലൈറ്റ്. ഞാനത് വായിച്ചു കഴിഞ്ഞ് ശരിക്കും കരഞ്ഞു പോയിരുന്നു. എനിക്ക് ചുറ്റും പൂക്കൾ വിരിഞ്ഞിരുന്നു, മഴ പെയ്തിരുന്നു, വെയിൽ വന്നിരുന്നു. ഞാൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. കാരണം എൻ്റെ ലോകം നിന്നിൽ മാത്രമായിരുന്നു. എന്നിലെ ആദ്യ വേനലും അവസാന വസന്തവും നീയായിരുന്നു. ഇച്ചാതി വേർഡ്സ്, എന്താ ഒരു ഫീലിംഗ്. എഴുത്തുകാരനെ എന്നെങ്കിലും കാണാൻ പറ്റിയ ഒന്ന് ഹഗ് ചെയ്യണമെന്നുണ്ട്. ജീവ അതും പറഞ്ഞ് കിഷോറിനെ ഇടം കണ്ടിട്ട് നോക്കി. എൻ്റെ കയ്യിൽ ആ പുസ്തകം ഇരിപ്പുണ്ട്, നീ ആദ്യം അത് വായിക്കുക, എന്നിട്ട് ഇത് വായിച്ചാൽ മതി എന്നും പറഞ്ഞു ആ പുസ്തകം അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി അവിടെ തന്നെ വെച്ച ശേഷം അവരോട് യാത്ര പറഞ്ഞ് ഇരുവരും അവിടെ നിന്ന് ഇറങ്ങി. ഇതേ സമയം കിഷോർ ജീവ പറഞ്ഞതിനെക്കുറിച്ച് ഗാഢമായ ചിന്തയിലായിരുന്നു. അവൻ എന്തൊക്കെയോ അറിഞ്ഞു വെച്ച് സംസാരിക്കുന്നത് പോലെ കിഷോറിന് തോന്നി. കിച്ചുവേട്ടാ, സോറി, ഞാൻ നേരത്തെ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല.
ലക്ഷ്മിയുടെ ശബ്ദമാണ് അവനെ ചിന്തകളിൽ നിന്നുണർത്തിയത്. ഒന്ന് അമർത്തി മൂളിയ ശേഷം ഭക്ഷണം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ താഴേക്ക് നടന്നു. അപ്പോഴും ലക്ഷ്മിയുടെ മനസ്സ് നേരത്തെ അവൻ്റെ കണ്ണിൽ തെളിഞ്ഞു കണ്ട ആ ഭാവത്തിൻ്റെ അർത്ഥം ചികഞ്ഞുകൊണ്ടേയിരുന്നു. അബിക്കുള്ള ഭക്ഷണവുമായി വന്നതായിരുന്നു സിദ്ധു. അവൾ അന്നേരം ചെറുമയക്കത്തിലായിരുന്നു. അവളെ വിളിച്ചുണർത്തിയതും അവൾ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി. നടുവും തല്ലി വീണതിന് ഇടുപ്പിൻ്റെ ഭാഗത്ത് നല്ല വേദനയുണ്ടായിരുന്നു. അതിനാൽ അവൾക്ക് കിടന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാനും ഇരിക്കാനും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നേരത്തെ ചെറിയ വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുമല്ല, ആ ഭാഗത്തായതിനാ ചമ്മൽ കൊണ്ട് ഡോക്ടറോട് ഇക്കാര്യം പറഞ്ഞതുമില്ല. സിദ്ധു അവളെ താങ്ങിപ്പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നേരം വേദന കാരണം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് സിദ്ധു കാണുകയും ചെയ്തു. എവിടെയാ വേദന? അവളെ ബെഡിൽ ചാരിയിരുത്തി കണ്ണുനീർ തൻ്റെ വിരലുകളാൽ അമർത്തി തുടച്ചുകൊണ്ട് സിദ്ധു ചോദിച്ചതും സങ്കടവും വേദനയും ഒരുമിച്ച് വന്നതിനാൽ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി. പറ അബി, എവിടെയാ വേദന? ഇവിടെയാ. ഒരു കൈയാലെ കണ്ണുകൾ അമർത്തി തുടച്ച ശേഷം അവൾ വേദനയുള്ള ഭാഗത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു. ആദ്യം നീ ഭക്ഷണം കഴിക്ക്. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം ഒന്നും കഴിച്ചില്ലല്ലോ. എന്നിട്ട് നമുക്ക് വേദനയ്ക്കുള്ള മരുന്ന് പുരട്ടി ചൂട് പിടിക്കാം എന്നും പറഞ്ഞ് അവളുടെ വായക്ക് നേരെ ഭക്ഷണം നീട്ടിയപ്പോൾ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് യാന്ത്രികമായി വാ തുറന്നിരുന്നു. അവൻ വാരിക്കൊടുക്കുന്നത് കൊണ്ട് അവൾ എങ്ങനെയൊക്കെയോ ഒരു ചപ്പാത്തി കഴിച്ചെന്ന് വരുത്തി. അവളുടെ മുഖമൊക്കെ കഴുകി കൊടുത്ത് അവൾക്ക് കുടിക്കാനുള്ള വെള്ളവും കൊടുത്ത് അവളെ തിരികെ ബെഡിൽ കിടത്തി. വാഷ്റൂമിൽ ചെന്ന് ഹീറ്റർ ഓൺ ചെയ്ത ശേഷം താഴെ ചെന്ന് ഒരു പാത്രം എടുത്ത് തിരികെ വന്നു. വീണ്ടും വാഷ്റൂമിലേക്ക് നടന്നു. അവൻ്റെ പ്രവൃത്തികളെല്ലാം അവൾ സസൂക്ഷ്മം വീക്ഷിച്ചു ചിന്തയിലാണ്ടു. ആ ടോപ്പ് പൊക്കിക്കെ. അവൻ്റെ ശബ്ദം കാതിൽ പതിഞ്ഞപ്പോഴാണ് അവൾ ചിന്തയിൽ നിന്നുണരുന്നത്. എന്താ? അവൻ്റെ നാവിൽ നിന്നുതിർന്ന വാക്കുകൾ കേട്ടതും ഇനി താൻ കേട്ടതിൻ്റെ കുഴപ്പമാണോ എന്നറിയാൻ ഒന്നുകൂടെ ചോദിച്ചു. ആ ടോപ്പ് പൊക്കാൻ എന്തിനാ? ഒരു തരം വിറയലോടെ അവൾ ചോദിച്ചു. മരുന്ന് തടവി ചൂട് പിടിക്കാൻ. വേണ്ട, ഞാൻ ചെയ്തോളാം. ഇതേ പെണ്ണെ, ഞാനത് മുഴുവനായിട്ട് ഊരിക്കളയുന്നതിന് മുൻപേ ടോപ്പ് പൊക്കി വേദന എവിടെയാണെന്ന് കാണിച്ചു തരുന്നതാണ് നിനക്ക് നല്ലത്. സിദ്ധു പറഞ്ഞത് കേട്ടതും ആബി ഉമിനീരിറക്കിപ്പോയി. ഇനിയിപ്പോൾ പറഞ്ഞതുപോലെ ചെയ്താലോ? ഈ സിറ്റുവേഷനിൽ തന്നെ കൊണ്ട് പ്രതിരോധിക്കാനും പാടാണ് എന്ന് കരുതി അവൾ ഒടിഞ്ഞ കൈ വേദനിക്കാത്ത രീതിയിൽ പിടിച്ചു ചരിഞ്ഞു കിടന്ന ചെറുതായി ടോപ്പ് പൊക്കി. ഇവിടെയാണോ വേദന? അവൻ്റെ സംസാരത്തിൽ പതിവ് ഗൗരവം കലർന്നിരുന്നു. അത് പിന്നെ ഇവിടെയും ഉണ്ട്. അവളെ കൂടുതൽ പറയാൻ അനുവദിക്കാതെ അവൾ ഇട്ടിരുന്ന ടോപ്പ് കുറച്ചധികം മുകളിലോട്ട് കയറ്റി വെച്ചു. പൊക്കി വെച്ചിരുന്ന പല്ലാസോ പാൻറ് കുറച്ചുകൂടി താഴ്ത്തി വെച്ചതും അവളുടെ കണ്ണ് മിഴിഞ്ഞു വന്നു. ഇങ്ങനെത് എന്തിനുള്ള പുറപ്പാടാ എന്നറിയാൻ വേണ്ടി അവൻ അഭിമുഖമായി തിരിഞ്ഞതും പെട്ടെന്നാണ് അവൻ്റെ നോട്ടം പോകുന്ന വഴി അവൾ ശ്രദ്ധിക്കുന്നത്. താൻ തിരിഞ്ഞപ്പോൾ തൻ്റെ നഗ്നമായ വയറും നാഭിച്ചുഴിയും അവന് മുന്നിൽ ദൃശ്യമായതും അവൾ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അത് കണ്ട് അവൾ ജാള്യതയോടെ നേരത്തെ പോലെ തിരിഞ്ഞു കിടന്നു. സിദ്ധു അവളുടെ ഇടുപ്പിലും നടുവിലും നന്നായി ബാം പുരട്ടി അവിടെ ചൂട് പിടിക്കാൻ തുടങ്ങി. അവൻ്റെ കൈ അവളുടെ ശരീരത്തിൽ പതിയുമ്പോൾ അവൾക്ക് ആദ്യം എന്തോ പോലെ തോന്നിയിരുന്നുവെങ്കിലും പതിയെ പതിയെ വേദന കുറഞ്ഞു വരുന്ന ആശ്വാസത്തിൽ അവൾ കണ്ണടച്ചു കിടന്നു. അബിയെ ഹോസ്പിറ്റലിൽ നിന്നും സിദ്ധുവിൻ്റെ വീട്ടിലാക്കിയ ശേഷം മാളുവിൻ്റെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം ആകാശം മാളുവും മാളുവിൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു. ഇന്ന് രാത്രി ഇരുവരും അവിടെയാണ് തങ്ങുന്നത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ആകാശ് മാളുവിനെ ഒന്ന് നോക്കി മുറിയിലേക്ക് പോയി. ആ നോട്ടത്തിൽ പലതും ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നുവെന്ന് മനസ്സിലായ മാളു അടുക്കളയിൽ അമ്മയുടെ കൂടെ നിന്ന് സമയം തള്ളി നീക്കി. ഇടി പെണ്ണെ, നീ എന്ത് കാണാനാണ് ഇവിടെ ഇങ്ങനെ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നത്? പോയി കിടക്കാൻ നോക്ക്. അമ്മ അവളെ സ്നേഹത്തോടെ ശാസിച്ചു അവിടെ നിന്ന് പറഞ്ഞയച്ചു. വേറെ വഴിയില്ലാതെ മാള് മുകളിലേക്ക് നടന്നു. ഇന്ന് മുത്തശ്ശിയുടെ കൂടെ കിടന്നാലോ എന്ന് ആലോചിച്ച് മെല്ലെ അങ്ങോട്ട് പോവാൻ നേരാണ് അവളുടെ ചേട്ടൻ മഹേഷിൻ്റെ കൂടെ കോമൺ ബാൽക്കണിയിൽ നിന്ന് നടന്നു വരുന്ന ആകാശിനെ അവൾ കാണുന്നത്. മാളൂസേ, നീ ഇതെങ്ങോട്ടാ? അത് പിന്നെ ഞാൻ മുത്തശ്ശിയെ കാണാൻ. മാളം നിന്ന് പരങ്ങി. ഈ മുത്തശ്ശി ഉറങ്ങിക്കാണും, ഇനി രാവിലെ കാണാം. നീ അളിയനെയും കൂട്ടി മുറിയിലേക്ക് ചെല്ല് എന്ന് പറഞ്ഞു അവൻ സ്റ്റെയറിലൂടെ ഇറങ്ങിപ്പോയതും മുത്തശ്ശിയുടെ മുറിയിലേക്ക് ഓടിപ്പോവാൻ ഒരുങ്ങിയ മാളുവിൻ്റെ കയ്യിൽ ആകാശിൻ്റെ പിടി വീണു. പോവാം. അവളുടെ കയ്യിൽ പിടിച്ച് കുസൃതിയോടെ പറയുന്നവനെ നോക്കി മാളു തലയനക്കി. എൻ്റെ മാളു, നിൻ്റെ മുഖം കണ്ട നിന്നെ ഞാൻ കൊല്ലാൻ കൊണ്ടുപോവാണെന്ന് തോന്നുമല്ലോ. ആകാശ് അവളുടെ മുഖഭാവം കണ്ടു ചെറു ചിരിയോടെ പറഞ്ഞു. എനിക്ക് പേടിയാ, മാളു പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. എന്ത് പേടിയാന്ന്? രാവിലെ പറഞ്ഞില്ലേ ഇന്നെന്തോ അറിയിച്ചു തരാന്ന്. അത് തൻ്റെ മുഖത്ത് നോക്കാതെ പറയുന്നവളെ കണ്ടതും ആകാശിന് ശരിക്കും ചിരി വന്നിരുന്നു. അതിന് ഇത്ര പേടിക്കാൻ എന്തിരിക്കുന്നു? ആകാശ് പറയുന്നത് കേട്ടതും മാളു അവനെ വല്ലാത്ത ഭാവത്തിൽ നോക്കിപ്പോയി. എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, അതുകൊണ്ട് ഇത്തിരി പേടിയൊക്കെ ഉണ്ടായെന്നൊക്കെ ഇരിക്കും. ഇനി നിങ്ങൾ അത്രയും പറഞ്ഞ് മാള് നിർത്തി. നിങ്ങൾ
ബാക്കി പറ. ആർ യു ഷുവർ യു ആർ എ വെർജിൻ? അവളുടെ പച്ചക്കുള്ള ചോദ്യം കേട്ട് ആകാശ് ഞെട്ടി പണ്ടാരടങ്ങി. ഈ ചോദ്യത്തിനുള്ള ഉത്തരായ നിന്റെ തലമണ്ട തല്ലി പൊട്ടിക്കുകയാണ് വേണ്ടത്. എൻ്റെ പൊന്നോ, ഇതെന്തിൻ്റെ കുഞ്ഞാണോ എന്തോ. നിന്റെ ഈ ചോദ്യത്തിലൊന്നും ഈ ആകാശേ തളർന്നു പോവില്ല. ഞാനൊരു ഡൗട്ട് ചോദിച്ചതല്ലേ, അതിന് നിങ്ങളെന്തിനാ ഇങ്ങനെ ചൂടാവണേ? പിന്നല്ലാതെ ഈ ചോദ്യം ചോദിച്ച നിനക്ക് ഞാൻ വല്ല അവാർഡും തരാം. അല്ല, ഞാൻ ഈ ചോദ്യം തിരിച്ച് ചോദിച്ചിരുന്നെങ്കിലോ? ഞാൻ ആണെന്ന് പറയുമായിരുന്നു. എന്താണെന്ന്? നിങ്ങൾ എന്താണോ ചോദിച്ചത് അത് തന്നെ. എൻ്റെ പൊന്നു മോളെ നമിച്ചു. ശരിയെന്നാ ഇന്ന് വേണ്ട, ഞാനത് നാളേക്ക് മാറ്റി വെച്ചിരിക്കുന്നു, പോരെ? അത് കേട്ടതും അവൾക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. ഇനി മുറിയിലേക്ക് പോവാലോ? അവളൊന്ന് മൂളി. മുറിയിലേക്ക് ചെന്ന ആകാശ് ബെഡിൻ്റെ ഒരു വശത്തും മാള് മറുവശത്തും കിടന്നു. ഇരുവരുടെയും ഇടയിലുള്ള ഗ്യാപ്പ് കണ്ട് ആകാശ് ചോദിച്ചു, നിന്റെ അച്ഛനും അമ്മയും ഇന്ന് എവിടെയാ കിടക്കുന്നത്? അല്ല, നമുക്കിടയിലെ ഗ്യാപ്പ് കണ്ട് ചോദിച്ചതാ. അവള് ഇല്ലെന്ന പോലെ ചുമൽ കൂച്ചി. പിന്നെ എന്തിനാ ഇത്രയും ഗ്യാപ്പ്? ഇന്നലെ എൻ്റെ നെഞ്ചിൽ കിടന്നാ ഉറങ്ങിയത്, അത് വല്ലതും ഓർമ്മയുണ്ടോ? അന്നേരം ഈ നാണമൊന്നും കണ്ടില്ലല്ലോ എന്നും പറഞ്ഞ് അവൻ അവൾക്കരികിലേക്ക് നീങ്ങിക്കിടന്നു. അതെ, ഈ നാളെ എന്നത് അടുത്ത ആഴ്ചയാക്കാൻ പറ്റുമോ? അവളുടെ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായ ആകാശ് എടുത്തടിച്ച പോലെ മറുപടി പറഞ്ഞു, ഇല്ല, പറ്റില്ല. അവളുടെ പ്രവൃത്തികളൊക്കെയും അവൻ ചുണ്ടിലൊളിപ്പിച്ച ചിരിയാലെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ നാളെ വരില്ല എന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോവാനൊരുങ്ങിയവളെ ആകാശ് പിടിച്ച് നെഞ്ചിലേക്കിട്ടു. അവൻ്റെ കൈ ഇടുപ്പിൽ മുറുകുന്നതറിഞ്ഞ മാളു പിടി അയക്കാൻ നോക്കി. എടി പെണ്ണെ, അവിടെ അടങ്ങി കിടന്നോണം. ഇല്ലെങ്കിലേ ഞാൻ നാളത്തേതെന്നതേ ഇന്നത്തേക്ക് എന്നെ മാറ്റി പിടിക്കും. വേണോ? അയ്യോ വേണ്ട. എന്നാൽ അടങ്ങി അവിടെ കിടക്കുകയെന്ന് പറഞ്ഞത് മാളു അവൻ്റെ നെഞ്ചിൽ മുഖം പുഴുത്തിക്കിടന്നു. അവൻ്റെ ഒരു കൈ അവളുടെ പുറമേനിയിലും ഒരു കൈ അവളുടെ തലയിലും തലോടിക്കൊണ്ടേയിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും അവൻ്റെ തലോടൽ നിന്നു എന്ന് മനസ്സിലാക്കിയ മാളു മുഖമുയർത്തി നോക്കിയപ്പോൾ അവൻ സുഖനിദ്രയിലായിരുന്നു. അവൻ്റെ കൈ എടുത്തു മാറ്റാൻ ഒരുപാട് ശ്രമിച്ചുവെങ്കിലും ഉടുമ്പിനെ പോലെ അവൻ അവളിൽ പിടിമുറുക്കിയിരുന്നു. വേറെ വഴിയില്ലാതെ അവൾ അതുപോലെ കിടന്ന് കുറച്ചു നേരം അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അന്നേരം അവളുടെ ഒരു കൈ അവൻ്റെ കവിളിനെ തലോടിയതും അത് മനസ്സിലായെന്ന പോലെ അന്നേരം അവൻ്റെ ചുണ്ടിൻ്റെ കോണിൽ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞതും മാളു ഉറക്കത്തിലേക്ക് വഴുതി വീണു. രാവിലെ ആദ്യം ഉണർന്നത് ആരുമായിരുന്നു. നേരം പുലരുന്നതേയുള്ളൂ. തലേ ദിവസം അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അവളിൽ അവൻ മതിവരുവോളം അലിഞ്ഞു ചേർന്നിരുന്നു. രാത്രിയിൽ തന്നിലവൻ ചുംബനത്താൽ മാന്ത്രികത തീർത്തതും തന്നിലെ പെണ്ണിനെ അറിഞ്ഞതും വാടിത്തളർന്ന തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുറങ്ങിയതും എല്ലാം ഓർത്തപ്പോൾ അവളുടെ ചുണ്ടിൽ നാണത്താൽ കുതിർന്നൊരു പുഞ്ചിരി വിരിഞ്ഞു. അതേ ചിരിയോടെ അവനൊന്ന് നോക്കി. നെഞ്ചറ്റം വരെ ബ്ലാങ്കറ്റ് പുതച്ച് സുഖമായി ഉറങ്ങുന്നവൻ്റെ മുഖത്ത് വീണ് കിടക്കുന്ന കുറുനിരകൾ അവൾ പതിയെ മാടി ഒതുക്കി നെറ്റിയിൽ ചുണ്ട് ചേർത്തു. തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്ന കൈകൾ പതിയെ എടുത്ത് മാറ്റി കട്ടിലിൻ്റെ സൈഡിൽ കിടക്കുന്ന തൻ്റെയും അവൻ്റെയും വസ്ത്രങ്ങളൊന്ന് നോക്കി ബെഡിൽ കിടക്കുന്ന മറ്റൊരു ബ്ലാങ്കറ്റ് എടുത്ത് പുതച്ചു അവൾ മെല്ലെ നടന്നു നീങ്ങി. അവൾ തന്നിൽ നിന്നും അടർന്നു മാറിയത് തിരിച്ചറിഞ്ഞ ജീവ മെല്ലെ കണ്ണു തുറന്നു അവൾക്ക് പിന്നാലെ ചെന്നു. ആരു അതുപോലെ ബ്ലാങ്കറ്റും പുതച്ച് കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് തൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി. അവൻ്റെ സ്നേഹമുദ്രകൾ കഴുത്തിൽ മുഴുവനും തെളിഞ്ഞു കിടക്കുന്നത് കണ്ടതും ഒരു കുഞ്ഞു പുഞ്ചിരി വീണ്ടും ആ മുഖത്ത് തെളിഞ്ഞു വന്നു. അപ്പോഴാണ് പിന്നിലൂടെ വന്നു ഇരു കൈകൾ അവളുടെ വയറിൽ ചുറ്റിപ്പിടിക്കുന്നത്. അപ്പോൾ കള്ള ഉറക്കായിരുന്നു അല്ലേ? കണ്ണാടിയിലൂടെ അവനെ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു, നീ ഇല്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലെന്ന് നിനക്കറിയില്ല ആദ്യ? ആ വിളിയിലെ വശ്യതയും അർത്ഥവും മനസ്സിലായ അവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ആദ്യ, എനിക്ക് നിന്നെ ഇനിയും വേണമെന്ന് തോന്നുന്നു. എന്താ ചിച്ചേട്ടാ ഇത്? ഇങ്ങനെ പോയാൽ ഞാൻ തളർന്നു പോവില്ലേ? അത് കേട്ടതും അവൻ നിവർന്നെഴുന്നേറ്റ് അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ തൊട്ടാവാടിയെ തളരാതെ ഞാൻ നോക്കിയാൽ പോരെ എന്നും പറഞ്ഞ് അവളെ ഒന്നുകൂടി വിരിഞ്ഞു മുറുക്കി അവളുടെ ചെഞ്ചുണ്ടുകൾ കവർന്നെടുത്തു. അവളുടെ മിഴികൾ അന്നേരം കൂമ്പി അടഞ്ഞു പോയിരുന്നു. ഗാഢമായ ചുംബനത്തിന് ശേഷം അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തും കടന്ന് മാറിടുക്കിലൂടെ ഒഴുകി നാഭിച്ചുഴിയിലെത്തി നിന്നതും അവിടെ നാവ് കൊണ്ട് തഴുകി. അവിടെ നിന്നും അവൻ്റെ ചുണ്ടും നാവും താഴേക്ക് ഒഴുകിയത് തിരിച്ചറിഞ്ഞ ആരു കണ്ണ് വലിച്ചു തുറന്നു അവൻ്റെ മുടിയിൽ കൊരുത്ത് വലിച്ചുകൊണ്ട് പറഞ്ഞു, ജിച്ചേട്ടൻ വേണ്ട. അത് കേട്ടതും അവൻ നിവർന്നെഴുന്നേറ്റ് അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ അല്ലേ, എൻ്റേത് മാത്രം. അതും പറഞ്ഞ് അവളെയും കോരിയെടുത്ത് ബെഡിനരികിലേക്ക് നടന്നു. അറിയും തോറും അറിയാൻ ആഗ്രഹം കൂടുന്ന അവൻ്റെ മാത്രം വീഞ്ഞിൻ്റെ മാധുര്യം അവൻ മതി വരുവോളം ആസ്വദിച്ചു.